പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും ദിവസം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്ത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച്. എന്താണ് വരം? വരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹത്തിന്റെ പേരാണ് വരം. ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള വരം. എനിക്ക് ചക്ക കിട്ടണമെന്ന ആഗ്രഹമുണ്ട്, അത് പൂർത്തീകരിക്കാനുള്ള സാധ്യത ഒരുങ്ങിയാൽ എനിക്ക് വരമായി. അപ്പം വരം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് കിട്ടുന്നതാണ് എന്ന് ഈ ഉദാഹരണത്തിലൂടെ എടുക്കരുത്. വരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വയമേവ ചെയ്യാൻ നേടിയെടുക്കാൻ പറ്റാത്ത ഒരാഗ്രഹം. ആ ആഗ്രഹത്തിന് ദൈവം ഇടപെട്ട് അത് നിറവേറ്റി തരാനായിട്ടുള്ള സാധ്യത ഒരുക്കുകയാണ്. അതിനെയാണ് വരം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് വരങ്ങള് ഒട്ടേറെയുണ്ട്. നമ്മള് ബൈബിളിലെ വരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് 9 വരങ്ങളെ കുറിച്ചാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. കാരണം 9 വരങ്ങളെ കുറിച്ചാണ് നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളായിട്ട് സൂചനയുള്ളത്. അല്ലാതെ ഒട്ടേറെ വരങ്ങളുണ്ട്. നമ്മൾ ഈ വരങ്ങളെ കുറിച്ച് പൊതുവായിട്ട് നമ്മളിന്ന് കാണുകയാണ്. നേരിട്ട് പരാമർശിച്ചിട്ടുള്ള 9 വരങ്ങള് പൗലോസ് ശ്ലീഹ കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 8 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റു 2-3 വചനഭാഗങ്ങളിലും അത് പറയുന്നുണ്ട്. എന്നാലും ഏറ്റവും കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി പറയുന്നത് ഈ പൗലോസ് ശ്ലീഹ കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 8 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ അകത്താണ് 9 വരങ്ങളെ കുറിച്ച് പറയുക. ആ വരങ്ങൾ വയ്ക്കുകയാണ്: ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം, അറിവിന്റെ വരം, ജ്ഞാനത്തിന്റെ വരം, വിവേചനത്തിന്റെ വരം, രോഗശാന്തിയുടെ വരം, അത്ഭുത പ്രവർത്തനത്തിനുള്ള വരം, വിശ്വാസവരം. ഇങ്ങനെ 9 വരങ്ങളാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ 9 വരങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് വ്യക്തിപരമായ വരങ്ങൾ. ആ വ്യക്തിപരമായ വരങ്ങള് നാവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം. ഈ 3 വരങ്ങളുമാണ് പ്രധാനപ്പെട്ടത് എന്ന് പൊതുവെ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് നവീകരണ മുന്നേറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 വരങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിച്ചു. ഇതിനൊക്കെ ഭാഷാവരത്തിനും വ്യാഖ്യാനവരത്തിനും പ്രവചനവരത്തിനും. അതുകൊണ്ട് ഈ 3 വരത്തിന് വേണ്ടിയിട്ടാണ് മഹാഭൂരിഭാഗം ആളുകളും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഈ 3 വരത്തിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഈ കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ 13-ാമത്തെ അധ്യായത്തിൽ, അടുത്ത അധ്യായത്തിൽ പറയുന്നു, 8-ാമത്തെ വാക്യത്തില്. കാരണം ഇത് 3ഉം നഷ്ടപ്പെടുന്നതാണ്. ഇത് 3ഉം നഷ്ടപ്പെടും. അപ്പോ ഇത് കാലഹരണപ്പെട്ട വരങ്ങളാണ് എന്ന് സാരം. കാലഹരണപ്പെടാവുന്ന വരങ്ങളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയായ ഈ ഭാഷാപരവും വ്യാഖ്യാനപരവും പ്രവചനപരവും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതൊക്കെ കടന്നുപോകും, ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് ഒരർത്ഥത്തില് സൂചനയുണ്ട്. എന്ന് വെച്ചൊട്ടും പ്രാധാന്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അമിതമായ പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ടതില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായി. നഷ്ടപ്പെടാവുന്ന മറ്റു വരങ്ങളെ കുറിച്ച് അത് പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 1-ാമത്തെ വിഭാഗം വ്യക്തിപരമായ വരമാണ്. അത് നാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ 3 വരങ്ങൾ ഭാഷാപരം, വ്യാഖ്യാനപരം, പ്രവചനപരമാണ്. ഈ 3 വരങ്ങളാണ്. ഈ 3 വരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രസിദ്ധിയുള്ളതും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ 3 വരങ്ങളും കാലഹരണപ്പെട്ടതാണ്, നഷ്ടപ്പെടുന്നതാണ് എന്ന്
പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സേവന വരങ്ങളാണ്, സേവന സംബന്ധമായ വരങ്ങളാണ്. അത് കഴിവുമായി ബന്ധപ്പെട്ടതാണ്. അത് വിശ്വാസവരം, അത്ഭുത പ്രവർത്തന വരം, രോഗശാന്തിക്കുള്ള വരം. അപ്പൊ വിശ്വാസവരം എന്ന് പറയുന്നത് സ്വയം വിശ്വസിക്കാനും ആ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനും ഒക്കെയുള്ള കഴിവിനെയാണ്. അത്ഭുത പ്രവർത്തനത്തിനുള്ള വരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷ്യമായി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ടുള്ള വരമാണ്. രോഗശാന്തിക്കുള്ള വരം. അപ്പൊ ഈ 3 വരങ്ങൾ, വിശ്വാസവരവും അത്ഭുതവരവും രോഗശാന്തിവരവും, അത് സേവന സംബന്ധമായ കാര്യങ്ങൾ. മൂന്നാമത്തേത് രക്ഷാപരമായ വരങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാല് അത് വെളിപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം, വിവേചനം, ഇത് 3 ഇത് 3 ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. അതിലൂടെയാണ് രക്ഷ കൂടുതൽ സംലഭ്യമാകുക, അവരവർക്ക് തന്നെയും മറ്റുള്ളവർക്കും. അപ്പോൾ അറിവ്, ജ്ഞാനം, വിവേചനം എന്നീ 3 വരങ്ങള് ദൈവിക വെളിപാടിലൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ 9 വരങ്ങളെ കുറിച്ച് നമ്മൾ സംക്ഷിപ്തമായിട്ട് കണ്ടു. ചുരുക്കം സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചിട്ട് പോവുക. ഇനി മറ്റു വരങ്ങള് നേരിട്ടല്ലാതെ വ്യംഗ്യമായി പറയുന്ന വരങ്ങള് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശുശ്രൂഷ ചെയ്യാനുള്ള വരമാണ്. മറ്റുള്ളവർക്ക് സാധിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും വിശ്വാസത്തോടും കൂടി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കാം. ആവശ്യമുള്ളവർ നോട്ട് കുറിച്ചെടുത്തോളൂ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് ഈ ശുശ്രൂഷ വരത്തെ കുറിച്ച് പരാമർശിക്കുക. രണ്ടാമത്തേത് അധ്യാപന വരം അല്ലെങ്കിൽ ഉപദേശപരമാണ്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തില്, കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങളില്, എഫേസൂസിന് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലൊക്കെ ഈ ഉപദേശവരത്തെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ പ്രബുദ്ധരാക്കാനും അവരുടെ നേർവഴി പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള വരത്തെയാണ് ഉപദേശവരം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പ്രബോധനപരമാണ്. ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ടുള്ള വരമാണ്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രബോധിപ്പിക്കുക ഒരാളെ, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത അറിവിനെ ഈ ആധികാരികമായി അവതരിപ്പിക്കുന്നതിനെയാണ് പ്രബോധനം എന്ന് പറയുന്നത്. 4 ദാനം ചെയ്യാനുള്ള വരം. മറ്റുള്ളവർക്ക് സമ്പത്തോ അല്ലെങ്കിൽ ഭക്ഷണമോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒക്കെ ദാനം ചെയ്യാനായിട്ടുള്ള വരം. ആർക്കെങ്കിലും ഒന്നിനൊക്കെ ദാനമതികളായിട്ട് പലരെയും കണ്ടിട്ടില്ല. അത് ദാനത്തിന്റെ വരം കിട്ടിയവരാ. അപ്പൊ ദാനത്തിന്റെ വരം കിട്ടുന്നവരുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, വളരെ ഉദാരമനസ്കരായി ദാനം ചെയ്യാനുള്ള വരമാണത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 5-ാമത്തേത് നേതൃത്വ വരമാണ്. 4 പേര് കൂടിയാല് ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുക, മുന്നേ നയിക്കാനായിട്ട് സാധിക്കുക, നേതൃത്വത്തിനുള്ള വരം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് അത് പറയുക. 6 കരുണ കാണിക്കാനുള്ള വരം. കരുണയുടെ വരം, മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വരം. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി. ഈ രോഗമുണ്ടായ വീട്ടിലൊരാൾ രോഗിയായാല് എല്ലാവർക്കും ഒരേപോലെ അയാളുടെ കരുണ ഉണ്ടാവില്ല. ചിലർക്ക് കരുണ കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവുണ്ടാവും. അത് കരുണയുടെ വരം കിട്ടിയവർക്കാണ് കരുണ ഉണ്ടാകുക. 7 അപ്പസ്തോല വരം. അപ്പസ്തോലനാകാനായിട്ടുള്ള വരമാണത്. അതായത് സഭയുടെ പൗരോഹിത്യ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങളിൽ അതുണ്ട്. എഫേസൂസിന് എഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തില് ഈ അപ്പസ്തോല വരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8-ാമത്തേത് ശുശ്രൂഷ സഹായപരമാണ്. അതായത് സഭയില് ശുശ്രൂഷ ചെയ്യുന്നവരെ സഹായിക്കുക. നമ്മള് ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നമ്മള് പറയാറുണ്ടല്ലോ, പ്രേക്ഷിതരെന്ന്.
ആ പ്രേക്ഷിതരൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്ന ശുശ്രൂഷ സഹായവരം. ഏതെങ്കിലുമൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് ആരെങ്കിലും പോകുമ്പോൾ കപ്പ്യാർമാർക്കൊക്കെ കിട്ടുന്നത് ഈ ശുശ്രൂഷ സഹായവരമാണ്. ശുശ്രൂഷകൾക്ക് സഹായിക്കാനുള്ള വരം. അത് കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നു. 9-ാമത്തേത് ഭരണവരമാണ്. ചിലർക്ക് നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കഴിവ് വളരെ ഭംഗിയായിട്ടുണ്ടാകും. ഒരു സ്ഥാപനത്തെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു സംഘടനയൊക്കെ അല്ലെങ്കിൽ ഒരു വീടിനെയൊക്കെ ഭരിക്കാനായിട്ടുള്ള ഒരു ഭരണവരം ലഭിക്കുക എന്നുള്ളത്. 10-ാമത്തേത് സുവിശേഷ പ്രഘോഷണപരമാണ്. ഒരു വചനം കിട്ടിയാല് 10-15 മിനിറ്റ് ആൾക്കാരെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന വിധത്തില് പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രത്യേക വരമാണ്. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് ഈ സുവിശേഷ പ്രഘോഷണ വരത്തെ കുറിച്ച് പറയുന്നത്. 11-ാമത്തേത് ഇടയ വരമാണ്. അപ്പൊ നമുക്കറിയാം വൈദികരാകുന്നതിൽ തന്നെ ഇടവ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അപ്പൊ ഇടയ വരമുണ്ട്. നമ്മുടെ ഇടവകയിൽ തന്നെ സേവനം ചെയ്തിട്ടുള്ള വൈദികർക്ക് എല്ലാവർക്കും ഈ ഇടയ വരമുണ്ട് ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ചിലർ വളരെ നന്നായിട്ട് ഇടവകയെ എല്ലാവരെയും, എല്ലാ ആടുകളെയും ഒരുമിച്ച് കൂട്ടിയൊക്കെ കൊണ്ടുപോകും. ഇടയവരം ലഭിച്ചിട്ടുള്ളവർ. അപ്പൊ ഇടയവരം എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. 12-ാമത്തെ വരം എന്ന് പറയുന്നത് സഹിക്കാനുള്ള വരമാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഈ വരം കൂടുതൽ. എന്തെങ്കിലും ഒരു വേദന ഉണ്ടായി, ഒരു ശരീരവേദന ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി, അവരത് പറയും ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചു പോകട്ടെ, ഇച്ചിരി നേരം ഒന്ന് വിശ്രമിച്ചു പോകട്ടെ, മാറുമെന്ന് നോക്കാം. ചേട്ടന്മാർക്കാണെങ്കിൽ, പുരുഷന്മാർക്കാണെങ്കിൽ ഈ സഹിക്കാനുള്ള വരം കുറവാണ്. അതുകൊണ്ട് അവർ ഒച്ചപ്പാടുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, പ്രതികരിക്കും, പ്രക്ഷോഭം ഉണ്ടാക്കും, അങ്ങനെ പ്രശ്നമുണ്ട്. സഹിക്കാനായിട്ടുള്ള വരം അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. 13-ാമത്തെ വരം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം അഥവാ കന്യകാത്വത്തിനുള്ള വരമാണ്. അത് 1 കൊറിന്തോസ് 7 അധ്യായം 7 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ അത് കാണുന്നു. ബ്രഹ്മചര്യം അഥവാ കന്യകാത്വം കാത്തു സൂക്ഷിക്കാനുള്ള വരം. ആ വരം ലഭിച്ചാലാണ് ബ്രഹ്മചര്യവും കന്യകാത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മുടെ പ്രസിദ്ധനായ ധ്യാനഗുരു പറഞ്ഞു വെച്ചത് ഇത് മൺപാത്രങ്ങളുടെ നിധിയാണ്. ഫുൾട്ടൻ ജേഷീനാണ് അത് പറഞ്ഞു വെച്ചത്. 14-ാമത്തെ വരം എന്ന് പറയുന്ന പരിത്യാഗപരമാണ്. അത് സമ്പത്തിന്റെ പരിത്യാഗമാകാം, ശാരീരികമായ പരിത്യാഗമാകാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലര് ചരള് വിരിച്ച തറയിൽ മുട്ടുകുത്തി നിന്ന് കൊന്ത ചെല്ലുന്നത്, കൈവിരിച്ച് കൊന്ത ചെല്ലുന്നത്, തറയിൽ കിടന്ന് ഉറങ്ങി, തലോണ ഒഴിവാക്കി ഉറങ്ങി, ഭക്ഷണം ഒഴിവാക്കി, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ ഒഴിവാക്കി, അങ്ങനെ പരിത്യാഗങ്ങൾ ചെയ്യാനായിട്ട് അതിനൊരു വരം കിട്ടണം. കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് അത്. 15-ാമത്തെ വരം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വത്തിനുള്ള വരമാണ്. അത് വിശ്വാസത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയാവാനായിട്ടുള്ള വരമാണ്. അത് അപൂർവം ചിലർക്ക് കിട്ടുന്ന ഒന്നാണ്. കൊറിന്തോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തില് അത് വായിക്കുന്നുണ്ട്. 16-ാമത്തെ വരം എന്ന് പറയുന്നത് അതിഥി സൽക്കാര വരമാണ്. ഒരു അതിഥി വീട്ടിൽ വന്നാല് അവരെ തൃപ്തരാക്കി വിടാനായിട്ട് ഉള്ള ഒരു വരം. നമുക്കറിയാം, ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് ചിലര് വിചാരിക്കും ഈ ശല്യം വന്നു കയറിയില്ലോ, വലിയ ശല്യമായില്ലോ, ഇതിനി എപ്പോഴാണാവോ പോണേ, ഒന്ന് പോയി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. നേരെ മറിച്ച് വേറെ ചെല്ലേണ്ട ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷത്തോടുകൂടി ആ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ അകത്തുള്ള മുന്തിയ കാര്യങ്ങൾ എടുത്തു കൊടുത്ത് ആ വ്യക്തിക്ക് ദൈവം പോലെ പരിഗണിച്ച് എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുത്ത് പറഞ്ഞു വിടുന്ന, ആ ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നതിൽ സന്തോഷം അനുഭവിക്കുന്നു. അത് അതിഥി സൽക്കാര വരം ലഭിച്ചിട്ടുള്ളവരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ വരങ്ങൾ. ഞാനിപ്പോ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു പോയപ്പോ കണ്ട വരങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. 16 വരങ്ങളെ കുറിച്ച് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന 9 വരങ്ങൾ വേറെ പറഞ്ഞു. അങ്ങനെ 25 വരങ്ങളെയാണ് നമ്മളിപ്പോ കണ്ടത്.
പ്രിയമുള്ളവരെ, നമ്മൾ സൂക്ഷിച്ചു വീക്ഷിച്ചാല് ഇതിൽ പല വരങ്ങളും നമുക്കുണ്ട്. ഇതിൽ പറയാത്ത, ഇനി ഒരുപക്ഷെ ബൈബിളിൽ എവിടെയെങ്കിലുമൊക്കെ, ഞാൻ പറയാത്ത പക്ഷെ ബൈബിളിൽ എവിടെയെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് വരങ്ങൾ നമുക്കുണ്ട്. പ്രശ്നം ഇതാണ്, വരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് ഒട്ടേറെ വരങ്ങളുണ്ട്. ആ വരങ്ങളെ കണ്ടെത്താനോ ആ വരങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കിട്ടിയ വരത്തെ, കിട്ടിയ താലന്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ കിട്ടാത്ത വരത്തിന്റെ പുറകെ നടക്കുന്ന ഒരു ഗതികേടാണ് നമുക്കൊക്കെ ഉള്ളത്. നമുക്ക് ആഗ്രഹമുള്ളത് ഈ വരാണ്. ഇത് നമുക്കുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ തയ്യാറില്ല. അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഇതാണ്. അപ്പൊ താല്പര്യമുള്ള വരത്തിന്റെ പുറകെ നടന്ന് ആയുസ് മുഴുവൻ ഒടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കുള്ള വരങ്ങള്, ദൈവം തന്നിട്ടുള്ള വരങ്ങൾ ഏതാ, ആ വരത്തെ ഉപയോഗിക്കാൻ, ആ വരത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ ഉള്ള ശ്രേഷ്ഠതയാണ് നമ്മൾ ചെയ്യുന്നത്. താലന്തുകളുടെ ഉപമ ഈശോ പഠിപ്പിക്കുമ്പോൾ ഈ വരങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല വിധത്തിലുള്ള താലന്തുകള്, വരങ്ങള് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. കുഴിച്ചു മൂടിയിടാനുള്ളതല്ല, വർദ്ധിപ്പിക്കാനുള്ളതാണ്. വർദ്ധിപ്പിച്ച് പലതും കുഴിച്ചു മൂടിയിട്ട് വേറെ ചിലതിന്റെ പുറകെ നമ്മൾ നടന്നു കഴിയുമ്പോൾ പണ്ട് കാരണവന്മാര് പറഞ്ഞ അവസ്ഥയാവും, ചവിട്ടിയതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥ വരും. അപ്പോ വരങ്ങൾക്ക് പിറകെ നടക്കുന്നതിന് മുമ്പ് ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമുക്ക് എന്തിനൊക്കെ വരങ്ങൾ തന്നിട്ടുണ്ട്, ആ വരങ്ങള് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ വരങ്ങളെ തിരിച്ചറിയാൻ, നമുക്ക് ദൈവം തന്നിട്ടുള്ള വരങ്ങൾ ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ഒരു വരായിരിക്കില്ല, പല വരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ പല വരങ്ങളെ തിരിച്ചറിയാനും അത് വേണ്ട വിധത്തിൽ വിനിയോഗം ചെയ്യാനുമാണ് നമ്മൾ പ്രഥമവും പ്രധാനവുമായി ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഇനി വരം നിർബന്ധമായിട്ട് കിട്ടണമെങ്കിൽ അതിനെന്ത് വേണം? വരങ്ങൾ കിട്ടാനായിട്ട് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, യേശുവില് ഉറച്ച വിശ്വാസം ഉണ്ടാകും. 2, ജീവിതശൈലി, ഇപ്പോഴത്തെ ജീവിതശൈലി മാറ്റാൻ തയ്യാറാകണം. 3, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഒരു വരം ലഭിക്കാനായിട്ട് ബൈബിൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് വരങ്ങൾ ഉപയോഗിക്കേണ്ടത്? 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. 1, ദൈവത്തിന്റെ മഹത്വത്തിന്. 2, ആത്മാക്കളുടെ രക്ഷയ്ക്ക്. 3, സഭയുടെ വളർച്ചയ്ക്ക്. 3 കാര്യങ്ങൾക്കാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക്. ഇതല്ലാത്ത സ്വന്തം ആവശ്യത്തിനോ കൈയടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനോ ഉപയോഗിച്ചാല് അത് വരങ്ങളുടെ വ്യഭിചാരമാകും. വാക്കുകൾ ഇത്തിരി കടുപ്പമായതിൽ ക്ഷമിക്കുക. വരങ്ങളുടെ വ്യഭിചാരമാകും. ദൈവമഹത്വത്തിന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക്. ഈ 3 കാര്യത്തിനാണ് നമുക്ക് വരങ്ങള് ദൈവം തന്നിട്ടുള്ളത്. ഇനി വരങ്ങൾ വിനിയോഗിക്കുന്നത്, ഞാൻ എൻ്റെ വരങ്ങള്, എനിക്ക് തന്നിട്ടുള്ള വരങ്ങൾ വിനിയോഗിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണോ, ശരിയായ വിധത്തിലാണോ എന്നറിയാനായിട്ട് ഒരു 6 രാസപരിശോധന സാധ്യതകൾ. 1, അത് ദൈവവചനത്തിനെതിരായിട്ടാണോ ആ വരങ്ങള് ഞാൻ പറയുന്നതും വ്യാഖ്യാനം ചെയ്യുന്നതും പ്രയോഗിക്കുന്നതും എന്നുള്ളത്. 2, എൻ്റെ വരം അത് സഭാ പഠനത്തിനെതിരാണ്. എനിക്ക് ഇങ്ങനെ ഒരു വരം കിട്ടി, ഒരു പുതിയ വരത്തെ കുറിച്ച് പറഞ്ഞാല് അത് സഭാ പഠനത്തിനെതിരാണ്. 3, ആ വരം അല്ലെങ്കിൽ എൻ്റെ വരത്തിന്റെ നിർവഹണം പരസ്പര വിരുദ്ധമാകുന്നുണ്ട്. 4, എൻ്റെ വരവും ഞാൻ പറയുന്ന ദൈവം തന്ന വരമാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന കാര്യം അത് ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. സ്വന്തം ജീവിതത്തിലും ഈ വരം എക്സിക്യൂട്ട് ചെയ്യുന്നയാളുടെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യമാണോ, അതേ പറച്ചിൽ മാത്രമല്ല. 5, ആ വരത്തിന്റെ എക്സിക്യൂഷനിലൂടെ തെറ്റായ സന്ദേശം ഒതപ്പിന് കാരണമാകുന്നു, ആരെയെങ്കിലും വിശ്വാസത്തിൽ വ്യതിചലിപ്പിക്കാനായിട്ട് സാധ്യമുണ്ട്. 6, ആ വരമുണ്ടെന്ന് പറയുന്നവൻ നോർമലാണ്, മാനസിക നില തെറ്റിയിട്ടുണ്ട്. ഈ 6 സാധ്യതകളെ പരിശോധിച്ചാലേ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള വരം ശരിയായ വരം തന്നെയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. വരങ്ങളെ കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ വളർത്താനും നമ്മിലെ ഓരോ നമുക്ക് ദൈവം തന്നിട്ടുള്ള വരങ്ങളെ അത് ചാരം മൂടിക്കിടക്കുന്ന ആ വരങ്ങളെ ഊതി അതിനെ കനലായി എരിയിപ്പിച്ച് മറ്റുള്ളവർക്ക് ആ വരത്തിന്റെ പ്രയോജനം കിട്ടാനുമൊക്കെ ഇടവരട്ടെ.
ഈശോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.